ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പം നാളെ നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അതിലേക്ക് എക്സാം ഹാളിൽ കയറുന്നതിനേക്കാളും മുന്നേ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 10 കാര്യങ്ങളാണ് പറയുന്നത്. ഈ 10 കാര്യങ്ങളും നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കാരണം നമുക്ക് ഇതൊരു ലാസ്റ്റ് ചാൻസ് ആണ്. 48 മാർക്ക് സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ളവർക്ക് ഇമ്പ്രൂവ് ചെയ്യണം. കൂടുതൽ പേരും പാസ് മാർക്ക് ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പൊ അതിലേക്ക് 1-2 മാർക്ക് മിസ്സായാൽ തന്നെ നമ്മുടെ ആ ഒരു പാസ് എന്നുള്ളത് നഷ്ടമാകും. അപ്പൊ അങ്ങനെ നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ് പറയുന്നത്. 10ഉം ഒരേപോലെ കേൾക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഒന്നെന്ന് പറയുന്നത്, ഓരോ ക്വസ്റ്റിനും കെയർഫുൾ ആയിട്ട് വേണം വായിക്കാൻ. കാരണം ചിലത് നമ്മളെ കുഴപ്പിക്കും. സ്റ്റാഫിങ്ങിന്റെ സ്റ്റെപ്പിൽ തന്നെ സെലക്ഷനുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ട് സെലക്ഷനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് സെലക്ഷന്റെ സ്റ്റെപ്പ് എഴുതാനായിരിക്കും ചോദിക്കാം. സ്റ്റാഫിങ് പറഞ്ഞു വന്ന് സെലക്ഷനെ പറ്റി പറഞ്ഞ് സെലക്ഷന്റെ സ്റ്റെപ്പ് എഴുതാൻ ചോദിക്കും. നമ്മൾ സ്റ്റെപ്പും സ്റ്റാഫിങ്ങും മാത്രം കണ്ട് സ്റ്റാഫിങ്ങിന്റെ സ്റ്റെപ്പ് എഴുതി വെച്ചാൽ നമ്മുടെ മാർക്ക് നഷ്ടപ്പെടും. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതുപോലെ ഓരോ ക്വസ്റ്റിനും കെയർഫുൾ ആയിട്ട് വേണം വായിക്കാൻ വേണ്ടിയിട്ട്. ഒരു ചോദ്യത്തിൽ ലിസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലിസ്റ്റ് 4 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ പോയിന്റ് മാത്രം എഴുതിയാൽ മതി. അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതേണ്ട ഒരു ആവശ്യവും ഇല്ല. അങ്ങനെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കണം. രണ്ടാമത്തേത്, പേ അറ്റൻഷൻ ടു ദ മാർക്സ് അലോട്ടഡ്. ഓരോന്നിനും എത്ര മാർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കി വേണം എഴുതാൻ. 3 മാർക്കിന്റെ മുകളിലേക്ക് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നാലും പോയിന്റ് എഴുതാ, അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതാം. മേ ബി എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള വേർഡ്സിൽ ഈ പോയിന്റ് തന്നെ തിരിച്ചും മറിച്ചും വേറെ അർത്ഥത്തിലൊക്കെ ആക്കി എഴുതി വെച്ചാൽ മതി. വേറെ സെന്റൻസ് ഒക്കെ ആക്കി എന്ത് വന്നാലും പോയിന്റ് വിത്ത് എക്സ്പ്ലനേഷൻ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ മാർക്ക് നഷ്ടപ്പെടും. ഇനി വലിയ പാരഗ്രാഫ് ആയിട്ട് കുത്തി നിറച്ച് ഒരിക്കലും എഴുതരുത്. പോയിന്റുകളായിട്ട് എഴുതാം. പോയിന്റ് ഏതാ എക്സ്പ്ലനേഷൻ എഴുതാം, പോയിന്റ് ഏതാ എക്സ്പ്ലനേഷൻ എഴുതാം. അങ്ങനെ വരുമ്പോഴാണ് മാർക്ക് കിട്ടാൻ സാധ്യത കൂടുതലും. ദെൻ കൃത്യമായിട്ടുള്ള ഹെഡിങ്ങുകൾ യൂസ് ചെയ്യാം. ഇപ്പൊ സ്റ്റാഫിംഗ് ആണെങ്കിൽ സ്റ്റാഫിംഗ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ പ്രോസസ് അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് എഴുതാം. ആദ്യത്തേത് പ്രിലിമിനറി സ്ക്രീനിങ്, അങ്ങനെ സ്റ്റെപ്പ് എഴുതാം. ദെൻ അതിന്റെ പോയിന്റ് എഴുതാം, എക്സ്പ്ലനേഷൻ എഴുതാം. രണ്ടാമത്തെ എഴുതാം, പോയിന്റ് എഴുതാം, അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതാം. അങ്ങനെ വേണം എഴുതാൻ. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് അല്ലെങ്കിൽ ഹെഡിങ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ അത് അണ്ടർലൈൻ ചെയ്യണം. എന്നാൽ മാത്രമാണ് അത് പെട്ടെന്ന് നോക്കുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് വേഗം നോക്കി പൊക്കോളും. പോയിന്റ് വിത്ത് എക്സ്പ്ലനേഷൻ എഴുതുമ്പോൾ പോയിന്റ് മാത്രം അവർ നോക്കി പൊക്കോളും. എക്സ്പ്ലനേഷനിലേക്ക് ഒരുപാട് എഫർട്ട് അവർ ഇടില്ല. അപ്പൊ നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, സമയം കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്യണം. സമയം പാഴാക്കുകയേ ചെയ്യരുത്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ 1 മിനിറ്റ് എടുക്കാൻ പാടില്ല. 2 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ 2 മിനിറ്റും എടുക്കരുത്. ആ രീതിക്ക് പ്ലാൻ ചെയ്ത് വളരെ കുറച്ച് സമയം കൊണ്ട് 8 മാർക്കിന്റെ ചോദ്യം 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എഴുതി തീർക്കണം. 15 മിനിറ്റിൽ എഴുതി തീർക്കാനുള്ള ഒരു സ്പീഡ് നിങ്ങൾക്ക് വേണം. ദെൻ അറിയില്ലെങ്കിലും എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. അറിയാവുന്ന എന്തെങ്കിലും എഴുതി വെക്കാം. തെറ്റാണെങ്കിൽ കൂടി അത് എഴുതി വെച്ചാലാണ് അത് ശരിയാണെന്ന് പറഞ്ഞ് മാർക്ക് ഇടാൻ നിങ്ങളുടെ ടീച്ചർക്ക് പറ്റുള്ളൂ. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എഴുതാത്തിടത്തോളം അവിടെ മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് അറിയില്ലെങ്കിലും, കൂടുതലും ബോയ്സ് ചെയ്യുന്ന ഒരു പണിയാണ്, അറിയില്ലാത്ത ഒന്നും എഴുതില്ല. അറിയാവുന്ന മാത്രം കുറച്ച് എഴുതിയിട്ട് ഇറങ്ങിപ്പോരും. നമ്മൾ വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, അറിയാവുന്നതോ അറിയാത്തതോ ഒക്കെ എഴുതി വെക്കാം. മാർക്ക് പൊക്കോട്ടെ. എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. എഴുതിയാല് എന്തെങ്കിലും എഴുതി വെച്ചാൽ എന്തെങ്കിലും മാർക്ക്, 1 മാർക്ക് അങ്ങനെ കിട്ടിയാലും മതിയല്ലോ. അതുകൊണ്ട് എല്ലാ ചോദ്യവും അറ്റൻഡ് ചെയ്യണം. ദെൻ എല്ലാവർക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. ഉള്ള ഹാൻഡ് റൈറ്റിംഗ് നീറ്റ് ആയിരിക്കണം, വായിച്ചാൽ മനസ്സിലാവുന്ന രീതിക്കായിരിക്കണം എഴുതേണ്ടത്. ദെൻ ഓരോ ആൻസർ കഴിയുമ്പോൾ 2 സെന്റൻസ് വിട്ടോ, 2 സെന്റൻസ് വിട്ടിട്ട് എഴുതിക്കോ. അങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. ഞാനൊക്കെ അങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ 2 സെന്റൻസ് വിടാം, അടുത്തത് എഴുതാം, 2 സെന്റൻസ് വിടാം. അപ്പോൾ നമ്മുടെ ആൻസേഴ്സ് ഒരു ഹാൻഡ് റൈറ്റിംഗ് മോശമാണെങ്കിൽ കൂടിയും ആൻസേഴ്സ് ഒരു ഭംഗിയിൽ ഇരുന്നോളും. ഓക്കെ. പിന്നെ മാക്സിമം നേരത്തെ എഴുതി തീർത്തിട്ട് അവസാനത്തെ 10 മിനിറ്റ് ഒന്നും കിട്ടില്ലെങ്കിലും അവസാനത്തെ ഒരു 5 മിനിറ്റ് റിവിഷന് വേണ്ടി യൂസ് ചെയ്യുക. റിവിഷൻ എന്ന് വെച്ചാൽ എല്ലാം എഴുതിയില്ലേ എന്ന് ചെക്ക് ചെയ്യാൻ. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടേക്കുന്നത് ശരിയാണോ, ആൻസർ ശരിയാണോ ചെക്ക് ചെയ്യാൻ നമുക്ക് ടൈം കിട്ടണം എന്നില്ല. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തില്ലേ, എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ നമ്പേഴ്സ് സെയിം അല്ലേ, റോൾ നമ്പർ ഒക്കെ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്ന സെയിം അല്ലേ, കറക്റ്റ് അല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് 10 മിനിറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഓഫ് ടൈം കിട്ടുമ്പോൾ നല്ല രീതിക്ക് വായിക്കണം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാല് ഇവിടെ നമുക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചാലും നമുക്ക് അഡീഷണൽ മാർക്ക് കിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ മാത്രം ചെയ്താൽ മാർക്ക് കിട്ടും എന്നല്ല,
നമ്മൾ ഓൾറെഡി കുറച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തില് ഇങ്ങനെയും കൂടി ചെയ്തു വെച്ചാൽ അവിടെ അഡീഷണൽ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ 10 കാര്യങ്ങൾ മറക്കരുത്. വാച്ച് കൊണ്ടുപോകണം. വാച്ച് കൊണ്ടുപോയിട്ട് കറക്റ്റ് സമയം നോക്കിയിട്ട് വേണം നിങ്ങൾ എല്ലാം പ്ലാൻ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് എഴുതാം. എല്ലാവർക്കും നാളത്തെ എക്സാം ഏറ്റവും എളുപ്പമാകട്ടെ എന്ന് മിസ് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.